ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാമാത്മ്യത്യ ആത്മവിതാംകൃതുശ്ചജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയത്തിതി വിഭുത്യാനേകഥായ ശ്രുതൗ വാചം ന സദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവിഃ. ഓം ഭാസ്കരായ നമഃ. ഗുരുഭ്യസ്ത ഗ്രഹേഭ്യസ്ത മയാ ബദ്ധോയമഞ്ജലി പ്രസന്നമനസസ്തേ മേ സത്യാം കുർവന്തു ഭാരതീം. ഓം സത്യാം കുർവന്തു ഭാരതീം. ഓം സത്യാം കുർവന്തു ഭാരതീം. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. 1199 കർക്കടകം 1-ാം തീയതി, അതായത് 2024 ജൂലൈ മാസം 16-ാം തീയതി വിശാഖം നക്ഷത്രത്തിൽ ശുക്ലപക്ഷ ദശമി തിഥിയിൽ കർക്കടക രവി സംക്രമം നടക്കുകയാണ്. മിഥുനത്തിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുകയാണ്. 12 രാശികളിലും സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസക്കാലം സഞ്ചരിക്കുന്നു. സൂര്യൻ പ്രായേണ തൻ്റെ സുഹൃക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്കാണ്, ചന്ദ്രൻ്റെ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. എങ്കിലും പലപ്പോഴും സൂര്യൻ്റെ ആശ്രയഫലം കർക്കിടകം രാശിയിൽ ഹോരാചാര്യർ അത്ര തൃപ്തികരമായ വിധത്തിലല്ല പ്രതിപാദിച്ചിട്ടുള്ളത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശൈശ്ച സംയുജ്യതേ. തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. അസ്വഹ ന അസ്തി സ്വം യസ്യ സഹ. ധനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. പരകാര്യകൃത്, പരൻ്റെ കാര്യങ്ങൾ അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള നിയോഗമുണ്ടാവുക. ശ്രമ ക്ലേശൈഹി, പരിശ്രമങ്ങൾ, ക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ വളരെ അനുകൂലമായ ഫലമല്ല പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സൂര്യൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം. ആദ്യമായി താതശ്ചാത്മപ്രഭാവ ദ്യുമണിഹി. പകലിൻ്റെ മണിയായ സൂര്യനെ കൊണ്ട് തൻ്റെ പിതാവിനെയും തൻ്റെ പൗരുഷവും വ്യക്തിത്വവുമാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് അങ്ങേയറ്റം വളർന്ന ശാസ്ത്രവിധി പ്രകാരം നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. സൂര്യനെ കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, പിതാവ് ശിവൻ, ശൈവമായ കാര്യങ്ങൾ, ഹോമകാര്യപ്രവൃത്തികൾ, ജ്യോതിഷം, ഞാൻ എന്ന ഭാവം, ആത്മാവ്, തൻ്റെ വ്യക്തിത്വം, പൗരുഷം, ബലം, ആത്മപ്രഭാവം, സദസ്സിൽ ശോഭിക്കൽ, സ്ഥിരോത്സാഹം, ധൈര്യം, ക്രൂരത, പിത്തപ്രകൃതി, ഉഷ്ണം, അഗ്നി, ആഗ്നികമായ കർമ്മങ്ങൾ, രാജാവ്, രാജപ്രീതി, ഭരിക്കുക, അധികാരഭ്രമം, സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി, സർക്കാർ ജോലി, വിഭവശേഷി, പർവ്വതം, കുന്ന്, കാട്, ഗുഹ, നഖം, ദന്തം, എല്ല്, ഹൃദയം, വൈദ്യവൃത്തി, സ്വർണം, കമ്പിളി, കൂവളം, ഉള്ളിൽ കാഠിന്യമുള്ള വൃക്ഷങ്ങൾ, വേദാംഗങ്ങളിൽ ജ്യോതിഷം, നവരത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ ഗ്രീഷ്മം, നവധാന്യങ്ങളിൽ ഗോതമ്പ്, ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളോടുകൂടിയ ഗ്രഹമാകുന്നു സൂര്യൻ. പ്രിയപ്പെട്ട ഭക്തർ, കർക്കിടക മാസം 1-ാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തണം. അവിടെ കാലത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്ത് ദേവതകൾക്ക് അനുയോജ്യമായ പൂജാകർമ്മങ്ങളും ഉപഹാരങ്ങളും നൽകി ഈ ദിനം, മലയാള മാസം 1-ാം തീയതി ധന്യമാക്കുക. പലപ്പോഴും മലബാർ മേഖലകളിൽ, ക്ഷേത്രങ്ങളിൽ മലയാള മാസം 1-ാം തീയതി വലിയ തിരക്കുകൾ കാണാറില്ല. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഭക്തർ 1-ാം തീയതി കണിശമായും ക്ഷേത്ര ദർശനം നടത്തിയിരിക്കും. അവിടെ അന്നദാനങ്ങൾ ഉണ്ടാകും.
ജനങ്ങൾ അത്രയും സജീവമായി അതിനോട് സഹകരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ എല്ലാ ശ്രേയസ്കരമായ അഭിവൃദ്ധിക്കും വേണ്ടി ക്ഷേത്രദർശനം മലയാള മാസം 1-ാം തീയതി നടത്തുന്നത് വളരെയധികം ദേവതകളുടെ അനുഗ്രഹാശിസ്സുകൾ നേടാൻ നമ്മെ സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കർക്കിടകം പിതൃക്കളുടെ മാസമാകുന്നു. അതിനാൽ കർക്കിടക വാവിന് പിതൃകർമ്മം ചെയ്യുന്നത് അതിനപ്പുറത്ത് മറ്റൊരു പുണ്യമില്ല. ഈ 12 മാസങ്ങളിലും കർക്കിടക വാവിന് ബലികർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ്, പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുവാൻ. പ്രീത പ്രേത സ്വമീപിർ വിധദതി സകലാഹ സമ്പദ സന്തതിഹി. അപ്പോൾ സന്തുഷ്ടരായ പ്രേതങ്ങൾ എല്ലാ സമ്പത്തും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയ്ക്കും കൊടുക്കുമെന്നാണ് ഹിന്ദുശാസ്ത്രം അനുശാസിക്കുന്നത്. അതിനാൽ പിതൃകർമ്മം ചെയ്യുക. കർക്കിടക മാസത്തെ പിതൃകർമ്മം പോലെ തന്നെ പ്രധാനമാണ് തുലാമാസത്തെയും കുംഭമാസത്തെയും പിതൃകർമ്മങ്ങളും. മറക്കാതെ ഓരോ ഹൈന്ദവനും ആചരിക്കുക. സൂര്യൻ്റെ കർക്കിടകം രാശിയിലുള്ള പ്രവേശനം നാം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം അവർക്ക് സ്വാധീനം ചെലുത്തുന്നു, ശുഭഫലങ്ങളെ അല്ലെങ്കിൽ അശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഡോക്ടർ മാരാർജിയുടെ കർത്തവ്യം. ഇനി നാം ചർച്ച ചെയ്യുന്നത് മകരം, കുംഭം, മീനം തുടങ്ങിയ 3 രാശിക്കാരെ പറ്റിയാണ്. ആദ്യമായി മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് സൂര്യൻ 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂലൈ 16-ാം തീയതി കാലത്ത് 11:11 ഇവിടെ സൂര്യൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ അഷ്ടമാധിപനാണ്. 8-ാം ഭാവാധിപനായ ഗ്രഹം 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭകരമല്ല. യാത്രക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഫാമിലി വിഷയങ്ങളിൽ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ദ്യുനാഥോയത ദ്യൂനയാദോ നരസ്യ പ്രിയാതാപനം പിണ്ട പീഡാച ചിന്ത. 7-ാം ഭാവത്തിൽ ആദിത്യൻ വരുമ്പോൾ പ്രിയാതാപനം, തൻ്റെ ഭാര്യയ്ക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്നു. താൻ ഒരുപക്ഷെ തൻ്റെ യാത്ര കാരണം വിദേശത്തുള്ള തനിക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഭാര്യയ്ക്ക് താപം, ദുഃഖത്തെ ഉണ്ടാക്കുന്നു. വീട്ടിൽ വെച്ച് തന്നെ മാനസികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യയുമായി ഉണ്ടാക്കുന്നു. വിദേശത്ത് നിന്ന് ലീവിന് വന്ന, തിരിച്ചു വന്ന, അല്ലെങ്കിൽ മിലിറ്ററിയിൽ നിന്നും തിരിച്ചു വന്ന ഭർത്താവ് ഈ ഒരു മാസക്കാലം ഭാര്യയുമായി രഞ്ജിപ്പിൽ പോകാൻ പ്രയാസങ്ങളുണ്ടാവും. വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ സംജാതമാകുന്നു ഈ ഒരു മാസക്കാലം. അഷ്ടമാധിപനായ ഗ്രഹമാണ് എഴുതി നിൽക്കുന്നത്. അതത്ര ഗുണകരമായ ഒരു നിൽപ്പല്ല. ഭവേ തുച്ഛലബ്ധി ക്രയവിക്രയവി. ക്രയവിക്രയത്തിൽ വാങ്ങലും കൊടുക്കലും വ്യാപാരത്തിൽ വളരെ തുച്ഛമായ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. പ്രതിസ്പർധിന നെയ്തി നിദ്രാം കഥാചിത്. പ്രതിസ്പർദ്ധി, ശത്രുകാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. 7-ൽ സൂര്യനും ശുക്രനും ബുധനുമാണ്, ത്രിഗ്രഹങ്ങളാണ്. 7-ലെ ശുക്രൻ പ്രിയ കലഹ, തൻ്റെ ഭാര്യയുമായിട്ട് കലഹിക്കുമെന്നൊരു ഫലമുണ്ട് അവിടെ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിർബന്ധമായും ജന്മനക്ഷത്രത്തിന് ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം, മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. മൃത്യുഞ്ജയ ഹവനം കലു സർവരുജാം ശാന്തയെ വിധേയം സ്യാത് തീവ്രതരെ ആഭിചാരേ. മൃത്യുഞ്ജയ ഹോമം എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ്. തീവ്രതരെ ആഭിചാരേ, എത്ര ശക്തമായ ശത്രുദോഷത്തിനും പരിഹാരമാകുന്നു മൃത്യുഞ്ജയ ഹോമം. അനുഷ്ഠിച്ചേ മതിയാവുകയുള്ളൂ. വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യണം. മൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾക്ക് ശ്രവിക്കാം, അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഏറ്റവും നല്ല മരുന്നാകുന്നു. അടുത്തതായി കുംഭം രാശി. കുംഭം രാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇന്ന് കുംഭം രാശിക്കാർക്ക് പ്രായണ സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ലെ സൂര്യൻ ശക്തനാണ്. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ. ബലവാനും ശത്രുക്കളെ ജയിക്കും എന്നൊരു നല്ല ഫലം 6-ലെ സൂര്യനുണ്ട്. പ്രായണ കുംഭൻ രാശിക്കാർക്ക് ഞാൻ സൂചിപ്പിച്ചു, ചൊവ്വ, വ്യാഴം നല്ലൊരു യോഗകാരകനായി നിൽക്കുന്നു. അതിനെ അടിവരയിട്ട് പറയും ഈ 6-ലെ സൂര്യൻ. രിപുധ്വംസകൃത് ഭാസ്കരോ യക്ഷിഷഷ്ടേ തനോദിവ്യം രാജതോ മിത്രതോവ കുലേ മാതുരാപ ചതുഷ്പാദയോവ പ്രയാണേ നിഷാദേ വിഷാദം ലഭേദ. രിപുധ്വംസകൃത്, ശത്രുവിനെ നശിപ്പിക്കും.
തനോദിവ്യയം രാജതോ മിത്രതോവ. 6-ാം ഭാവം ഋണമാണ്, കടമാണ്. രാജാവ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പല രീതിയിലും തൻ്റെ ധനത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. വായ്പ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വായ്പ വാങ്ങിക്കോളൂ. നമ്മളെ ഭയന്നിട്ട് പലപ്പോഴും കാശ് തരും ഈ സമയത്ത്. പക്ഷേ കാശ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതേ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സൊക്കെ വ്യാപാരികൾ വളരെയധികം കെയർഫുള്ളായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അനാവശ്യമായ നോട്ടീസുകൾ വരും, ഫൈൻ അടക്കുവാനുള്ള നോട്ടീസ്. അമ്മയുടെ വീട്ടിൽ വെച്ച് നാൽക്കാലികളെ കൊണ്ട് ബുദ്ധിമുട്ടുമെന്നാണ്. നാൽക്കാലികൾ ഗോവർഗ്ഗങ്ങളാകാം, പശു മുതലായ വർഗ്ഗങ്ങളാകാം, 4 കാലുള്ളവ, അല്ലെങ്കിൽ വാഹനവുമാകാം. വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ആവേശം പാടില്ല. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭേദ. അസമയത്ത് യാത്ര ചെയ്യുമ്പോൾ നിഷാദരാൽ, കാട്ടാളരാൽ ആക്രമിക്കപ്പെടുമെന്നാണ്. കാട്ടാളർ എന്ന് വെച്ചാൽ കള്ളന്മാർ, തസ്കരന്മാരെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാക്കും. അതിനാൽ അസമയത്ത് കാശ്, വാഹനങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, അസമയത്തുള്ള യാത്ര വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കുംഭൻ രാശിക്കാർക്ക് 7-ാം ഭാവാധിപനായ സൂര്യനാണ് 6-ൽ നിൽക്കുന്നത്. 7-ാം ഭാവം ദാമ്പത്യമാണ്, യാത്രകളാണ്, വിദേശത്തുള്ള സുഹൃത്താണ്. ഇവിടെ കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. ഭാര്യാപതിയായ ഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ ഭാര്യ ശത്രുവായി വരും. ഈ മാസക്കാലം ശ്രദ്ധിക്കണം. ദാമ്പത്യം ശ്രദ്ധിക്കണം. പാർഷ്യലായി ഭാര്യയുമായി അകന്നു നിൽക്കുകയാണെങ്കിൽ ആ ദോഷം മാറും. ജോലി സംബന്ധിച്ച് നിങ്ങൾ മാറി നിൽക്കുന്നു, ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ പ്രയാസങ്ങളില്ല. യാത്രക്ക് തടസ്സമുണ്ടാകും. വിദേശത്തുള്ള സുഹൃത്ത് വന്നാലും നമ്മുടെ ആതിഥ്യം സ്വീകരിക്കണമെന്നില്ല. അതിനാൽ ശ്രദ്ധിക്കുക. സൗഹൃദങ്ങൾ, ഭാര്യാവിഷയങ്ങളൊക്കെ തന്നെ. ശാരീരികമായി അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളും നടുവേദനകളും ഡിസ്ക് സംബന്ധമായ രോഗങ്ങളും ശ്രദ്ധിക്കണം. കണ്ണുകളെയും ശ്രദ്ധിക്കണം. കാരണം 2-ാം ഭാവത്തിൽ രാഹുവും, അഷ്ടമത്തിൽ കേതു, 6-ൽ സൂര്യൻ. ഇത് നേത്രരോഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ദോഷ യോഗമാണ്. ഷുഗർ 2nd സ്റ്റേജിൽ ഉള്ള രോഗികൾ കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം. ഡയാലിസിസ് പേഷ്യൻസും ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. സർജറി വേണമെങ്കിൽ ഈ കർക്കിടക മാസക്കാലം അതിന് മുതിരുന്നത് വളരെ നല്ലത്. അടുത്തതായി മീനം രാശിക്കാർ. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ നടക്കുന്ന മീനം രാശിക്കാർക്ക് രോഗാധിപനായ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. വയറിനെ വളരെയധികം ശ്രദ്ധിക്കണം. സുതസ്ഥാനകെ പൂർവജാപത്യതാപി കുശാഗ്രീയ ബുദ്ധി രവോ മന്ത്രവിദ്യ രഥോ വഞ്ചനെ സഞ്ജയെ വിപ്രമാതി മൃതി ക്രോഡരോഗാദിജാഭാവനീയ. വയറുവേദന കൊണ്ട് മരിക്കുമെന്നാണ് പറയുന്നത്. ശാരീരികമായി അൾസർ, അപ്പൻഡിക്സ് തുടങ്ങിയ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആദ്യ സന്താനത്തിനെ പറ്റി താപമുണ്ടാകുമെന്നാണ്. ഇവിടെ ശത്രുപതിയായ രോഗാധിപനായ സൂര്യൻ 5-ൽ നിൽക്കുമ്പോൾ മക്കൾക്ക് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകും. ആദ്യ സന്താനമാകണമെന്നില്ല. സന്താന വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. പ്രത്യേകിച്ച് കർക്കിടക മാസം വൈറൽ ഫീവറൊക്കെ വരുന്ന സമയമാണ്. കുശാഗ്രീയ ബുദ്ധി രവോ മന്ത്രവിദ്യ. തനിക്ക് മാന്ത്രികമായ വിഷയങ്ങൾ പഠിക്കാൻ വളരെ അനുകൂലമാണ്. തനിക്ക് കുശാഗ്രീയ ബുദ്ധി, വളരെ സൂക്ഷ്മമായ ബുദ്ധി പഠന സമയത്ത് ആദിത്യൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് പഠിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു ഈ ഒരു സമയം. വഞ്ചിക്കുവാനുള്ള താല്പര്യം, മറ്റുള്ളവരെ ചതിക്കുക, പറ്റിക്കുക, എന്നിട്ട് കാശുണ്ടാക്കുക എന്ന ഒരു ദുർബുദ്ധി ഈ ആദിത്യൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരെ ചതിക്കുവാനുള്ള ഒരു വെമ്പൽ വരും. എന്തെങ്കിലും വിഷയമുണ്ടാക്കി പറ്റിക്കാൻ നോക്കുക. ചില ബ്രോക്കർമാർ ഇല്ലാത്ത വിലയൊക്കെ ഭൂമിക്ക് പറഞ്ഞ് ഉടമസ്ഥരിൽ നിന്നും പല രീതിയിലുള്ള കമ്മീഷനും കാശും വാങ്ങി മറിച്ചു കൊടുത്ത് കാശുണ്ടാക്കുവാനുള്ള ദുർബുദ്ധി പ്രദാനം ചെയ്യുന്ന മാസമാകുന്നു ഇത്. അതുകൊണ്ട് ആരും വഞ്ചിതരാകാൻ പാടില്ല. ശ്രദ്ധിക്കുക. ഇതിലെ സൂര്യൻ ആ സദസ്സിൽ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തൻ്റെ ബോസിനൊക്കെ പല രീതിയിലുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനുള്ള അനുകൂലമായ സമയമാകും. ഇവിടെ മകരം, കുംഭം, മീനൻ രാശിക്കാർ ശിവപ്രീതി ചെയ്യുക. ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ ജപിക്കുക. ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. മലയാള മാസം 1-ാം തീയതി ശിവക്ഷേത്രത്തിൽ പോവുക. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. ധ്യാന നിമഗ്നരാകുക. അതിലൂടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഈ കലിയുഗത്തിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനൻ രാശിക്കാർക്ക് ശോഭനമായ
കർക്കിടക മാസ ദിനങ്ങൾ. പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.